പിണ്ണാക്കിന് എന്താ ഇംഗ്ലീഷ് പറയാ? എന്ത് പിണ്ണാക്ക്? അതോടെ സെന്റൻസിൽ പറഞ്ഞേ. പിണ്ണാക്ക് മനസ്സിലായി. അതോടെ സെന്റൻസിൽ പറഞ്ഞേ. ആ വാക്ക് ഒരു സെന്റൻസ് ആയിട്ട് യൂസ് ചെയ്യാം. സെന്റൻസ് പിണ്ണാക്ക്. എനിക്കറിയില്ല ഗൈസ്, ഞാൻ നിന്നെ തോച്ചു. സെന്റൻസ് എനിക്ക് ഇംഗ്ലീഷിൽ എന്താ അറിയാം, മലയാളത്തിൽ എന്താ അറിയാത്തത്, വല്ലാത്ത ജാതിയത്. ഇതാണ് ഈ സെന്റൻസ്. ആ വാക്ക് ഒരു സെന്റൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവും. ഫുഡ് ഷോ ആ അതൊരു സെന്റൻസ് ആയിട്ട് പറയാ. ആ വാക്ക് ഒരു സെന്റൻസ് ആയിട്ട് യൂസ് ചെയ്യാം. സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതാദ്യം പറഞ്ഞു എന്താ ഞാൻ പോലെ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് സെന്റൻസ് പറയാൻ ജസ്റ്റ് ഇംഗ്ലീഷിൽ അറിയുള്ളൂ, എനിക്ക് മലയാളത്തിൽ അറിയില്ല. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇംഗ്ലീഷിൽ അറിഞ്ഞൂടാ, എനിക്ക് മലയാളത്തിൽ അറിഞ്ഞൂടാ, എനിക്ക് ഇംഗ്ലീഷിൽ അറിഞ്ഞൂടാ. വല്ലാത്ത ജാതിയത്. A sentence is a group of words put together to create common sense. I am so lost. ഇതെങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്? ഓക്കെ, ആ വാക്ക് എന്തുവാണ്? വാക്ക് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ ആ വാക്ക് എന്തുവാണ്? പിന്നാക്ക്. ഈ ഓളക്ക പോലെയല്ലേ പിന്നാക്ക്? ഓളക്ക അല്ലേ പിന്നാക്ക്? എനിക്ക് അറിയില്ല, ഒരു സെന്റൻസ് ആയിട്ട് യൂസ് ചെയ്യണം. പശു എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? പശു. cow. യെസ്, cow. ഈ കൗവിന് കൊടുക്കുന്ന ഫുഡിനാണ്. എന്താണ് അങ്ങനത്തെ ഒരു മാനിക്കൽ? എന്താ അങ്ങനെ ഒരു മാനിക്കൽ? ഈ പശുവിന് കൊടുക്കുന്ന ഭക്ഷണമാണ് പിണ്ണാക്ക്. ആ പിണ്ണാക്കിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഒരു പശുവിന് ഭക്ഷണം കൊടുക്കുന്നത് അത് ഫുഡല്ലേ? സോ പിണ്ണാക്ക് ഒരു ടൈപ്പ് ഓഫ് ഫുഡാണോ? ആ, അതിന്റെ പേരാതെ പിണ്ണാക്ക്. പിണ്ണാക്ക്, കാടി. എന്താ പിണ്ണാക്ക്? എന്താ ഇറച്ചിയാണോ? അല്ല, കോഴി വരും. എന്ത് മനസ്സിലായില്ല? ഒരു പ്രാവശ്യം കൂടെ പറ. ഒരു പ്രാവശ്യം കൂടെ പറ. പിണ്ണാക്കടോ ഒരു സെന്റൻസ് ആയിട്ട് യൂസ് ചെയ്യോ? ഇറച്ചിയാണോ, ഇറച്ചിയാണോ, ചോറാണോ, എന്താ പശുക്ക് എന്താ കൊടുക്കുന്നത്? സെന്റൻസ് ആക്കി യൂസ് ചെയ്തരാ. സ്പെല്ലിംഗ് വേണ്ട. സ്പെല്ലിംഗ് ആണെന്നാ ചോദിച്ചത്, സെന്റൻസ് എന്നാ ചോദിച്ചത്, സ്പെല്ലിംഗ് എന്നാ ചോദിച്ചത്. കഷ്ടമുണ്ട്, പിള്ളേർക്ക് കണ്ടു ചിരിക്കുക. സ്പെല്ലിംഗ് അല്ല സെന്റൻസ്. സെന്റൻസ് മീൻസ് ലൈക്ക് ഒരു എക്സാം. എനിക്കിത് മലയാളത്തിൽ അറിയില്ല, എനിക്ക് ആരെങ്കിലും വിളിക്കണം. പോട്ടെ, അത് പോട്ടെ. അതിനെ പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണ്ട. കാരണം ഞാൻ തോറ്റു പോവില്ല. ഞാൻ ജയിക്കും. ഞാൻ ജയിക്കും. ഓക്കെ, നോക്കട്ടെ. മലയാളത്തിൽ ഇങ്ങനെ നമ്മള് ഒരു മീനിങ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ ഒരു എക്സാമ്പിളും പറയണം. അപ്പൊ മേ ബി ഒരു സെന്റൻസ് എന്നാണ് പോലെ അറിയില്ല. സെന്റൻസിന്റെ ലൈക്ക് ഒരു ക്ലിയർ ആയിട്ട് എങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. എക്സാമ്പിളാ